എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വതി നക്ഷത്രം. അപരിചിതരുടെ പക്കൽ നിന്നും ധനമോ സാധനങ്ങളോ സ്വീകരിക്കരുത്. കർമ്മരംഗത്ത് അപ്രീതിക്ക് സാധ്യത. അടുത്തത് ഭരണി നക്ഷത്രം. അധ്വാനം കൂടുതലും പ്രതിഫലം കുറവും ആയിരിക്കും. സന്താനത്തിന് അരിഷ്ടതയും വ്യാധിയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ആയുധങ്ങളിൽ നിന്നും ജലയാത്രകളിൽ നിന്നും അപകടങ്ങൾക്ക് സാധ്യത. വിദ്യാർത്ഥികൾക്ക് ദിവസം അനുകൂലമല്ല. അടുത്തത് രോഹിണി നക്ഷത്രം. വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സ്ഥാനമാനങ്ങൾ നഷ്ടമാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും ഗുണകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ബിസിനസ് കാർഷിക മേഖലകളിൽ ഉള്ളവർക്ക് ലാഭം ഉള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും മികച്ച ദിവസമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർക്കും അംഗീകാരം ലഭിക്കും. രോഗശാന്തിയും ഇഷ്ടജനസമാഗമവും ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. ആഭരണം, വസ്ത്രം, സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യത എന്നിവ ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. ഊഹക്കച്ചവടക്കാർ അതുപോലെ തന്നെ വൈദ്യരംഗത്തുള്ളവർ എന്നിവർക്ക് ദിവസം അനുകൂലമാണ്. അംഗീകാരം ലഭിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ബുദ്ധിശക്തിയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കും. വിദേശ ബന്ധങ്ങൾ അഭിവൃദ്ധിപ്പെടും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. തീരുമാനമെടുക്കുന്നതിൽ വിജയം വരിക്കും. കർമ്മരംഗത്ത് പ്രശംസ നേടും. അടുത്തത് അത്തം നക്ഷത്രമാണ്. മത്സരങ്ങളിൽ മികച്ച വിജയം നേടുവാനാകും. പ്രശ്നങ്ങളെ ധീരതയോടുകൂടി നേരിടും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഗൃഹവാഹന യോഗം കാണുന്നു. പൊതുപ്രവർത്തകർക്ക് ഭരണരംഗത്ത് സ്വാധീനം വർദ്ധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ആരോപണങ്ങൾക്ക് വിധേയരാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദാമ്പത്യപരമായി സമയം അനുകൂലമല്ല. കാര്യങ്ങൾ നേടുവാൻ കഠിനമായ പ്രയത്നം വേണ്ടിവരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കർമ്മരംഗത്ത് പ്രയാസമേറിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ധനച്ചെലവ് അധികമാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ആരോപണ വിധേയരാകും. സാമ്പത്തിക ബാധ്യത അധികമാകും. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. അപ്രതീക്ഷിത ഭാഗത്തു നിന്നും ധനാഗമം ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. എഴുത്തുകുത്തുകളിൽ നിന്നും സന്തോഷം ലഭിക്കും. സന്തോഷകരമായ പല മുഹൂർത്തങ്ങളും ഇന്നേ ദിവസം വന്നു ചേരും. അടുത്തത് ചതയം നക്ഷത്രമാണ്. മേലധികാരികളുടെ പ്രോത്സാഹനവും മറ്റും തൊഴിൽ ഉയർച്ചയ്ക്ക് കാരണമാകും. സന്താനങ്ങൾ കാരണം അഭിമാനം ഉണ്ടാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പ്രൊജക്റ്റുകൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. അസാധാരണ ധൈര്യം പ്രകടിപ്പിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. മുടങ്ങിപ്പോയ പലതും പൂർത്തിയാക്കുവാൻ സാധിക്കും. പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കും. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പത്തിലാകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.